മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന NCERT എക്സസൈസ് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ NCERT എക്സസൈസിലെ 11.2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് പബ്ലിക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം, കീമിനെ സംബന്ധിച്ചിടത്തോളം, ജെയിനെ സംബന്ധിച്ചിടത്തോളം, എല്ലാ എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മോഡൽ പ്രോബ്ലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആ പ്രോബ്ലം നമുക്ക് നോക്കാം. എ ബോഡി കൂൾസ് ഫ്രം 80 degrees Celsius to 50 degrees Celsius in 5 minutes. Calculate the time it takes to cool from 60 degrees Celsius to 30 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്സ് ഈസ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 50 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മോഡൽ പ്രോബ്ലം ഫോർ യുവർ ബോർഡ് എക്സാം ആസ് വെൽ ആസ് എൻട്രൻസ് എക്സാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ ന്യൂട്ടൻ്റെ ലോ ഓഫ് കൂളിംഗ് ആണല്ലേ ആ ടോപ്പിക്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്ന കാര്യം എന്താ? 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു ബോഡി 50 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു എന്നാണ് പറയുന്നത്? 5 മിനിറ്റ് എടുക്കുന്നുണ്ടല്ലോ, 5 മിനിറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സറൗണ്ടിങ് ടെമ്പറേച്ചർ പറയുന്നുണ്ട് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഇത്രയാണ് കാര്യം നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഭവം കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? ഓക്കെ, നമ്മൾ ഫസ്റ്റ് കേസ് നമുക്ക് അവിടെ എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 50 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടി 5 മിനിറ്റ് എടുത്തു. എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് ന്യൂട്ടൻ്റെ ലോ ഓഫ് കൂളിംഗ് എഴുതിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ന്യൂട്ടൻ്റെ ലോ ഓഫ് കൂളിംഗ് എന്താ പറയുന്നത്? dQ/dt എന്ന് വിളിക്കാം, അല്ലെങ്കിൽ dt ടെമ്പറേച്ചറിലെ ചേഞ്ച് ഡിവൈഡ് ബൈ അതിന് വേണ്ടി എടുക്കുന്ന ടൈം is equal to K ഇൻറ്റു ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. T1 + T2 K ഇൻറ്റു T1 + T2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആവറേജ്. ദെൻ T0 എന്ന് എടുക്കാം. T0 എന്ന് പറഞ്ഞാൽ എന്താ? സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പഠിച്ചു വെക്കുക. dt/dt = K ഇൻറ്റു T1 + T2 / 2 - T0. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്ത് നോക്ക്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ? dt. ഈ dt എന്ന് പറഞ്ഞ സംഭവം എന്താ? അതാണ് നമ്മൾ ടെമ്പറേച്ചറിലെ ചേഞ്ച്. അപ്പോൾ 80 - 50 ചെയ്താൽ മതി കേട്ടോ. അതാണ് dt. അപ്പോൾ 30 എന്ന് കിട്ടിയില്ലേ? ഡിവൈഡ് ബൈ d സ്മോൾ ടി എന്താ? d സ്മോൾ ടി dt എന്താണ്? എത്ര സമയം എടുത്തു ആ ടെമ്പറേച്ചറിലെ ചേഞ്ചിന് വേണ്ടിയിട്ട്? 5 മിനിറ്റ്. സെക്കൻഡിലേക്ക് നോക്കണ്ട കേട്ടോ, അതങ്ങനെ തന്നെ വെച്ചാൽ മതി. ദെൻ K അത് തന്നിട്ടില്ല. അത് ബോഡിയുടെ പ്രോപ്പർട്ടി അല്ലെ ബോഡിയുടെ കോൺസ്റ്റൻ്റ് ആണ്. എന്തെന്ന് വിളിക്കുന്നത്? K എന്ന് വിളിക്കുന്നത് അറിയില്ല. ദെൻ T1 + T2 എന്താ? ഇത് രണ്ടും കൂടി കൂട്ടുക. 80 + 50. ഞാൻ ഡയറക്റ്റ് കൂട്ടുകയാണ്. 80 + 50 130 ഡിവൈഡഡ് ബൈ 2 മൈനസ് T0 എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ. ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട് സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ബോഡിയുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള K എന്ന് പറയുന്ന ആ കോൺസ്റ്റൻ്റ് കിട്ടും. അപ്പോൾ 30/5 എത്രയാണ്? അതാണ് നമുക്ക് നെക്സ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ആ Kൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ Kൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എൻ്റെ പ്ലാൻ എന്താണ്? നമ്മൾ രണ്ടാമതൊരു കണ്ടീഷൻ ഒന്നുമില്ല, അതിൽ കണ്ടുപിടിക്കുക. അതിലെ സമയത്തിലേക്ക് നമ്മൾ ആ ഇക്വേഷൻ ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് എഴുതിയിട്ട് ഇവിടുന്ന് കിട്ടിയ K അപ്ലൈ ചെയ്യാൻ. ഇതാണ് നമ്മൾ പരിപാടി. നമ്മളെ കയ്യിലുണ്ടായിരുന്നത് അവിടെ ആരുണ്ടായിരുന്നു? 6 കിട്ടി. എന്താ 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ 80 - 50 ഉണ്ടായിരുന്നു. അത് 30 ആണ്. 30/5 6 കിട്ടി. ഈ is equal to K ഇൻറ്റു 65 എങ്ങനെ കിട്ടിയ? ഓക്കെ ആണല്ലോ. അത് നേരത്തെ ഉള്ളതിനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. 80 + 50 130/2 ദാറ്റ് ഈസ് 65 മൈനസ് സറൗണ്ടിങ് നമ്പർ 20. അങ്ങനെയാണ് ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് K കിട്ടും. K എന്താണ്? ഓക്കെ, K is equal to ഒരു കാര്യം കൂടി ചെയ്യാം. ഒരു സ്റ്റെപ്പ് നമുക്ക് എഴുതാം. 6 is equal to K ഇൻറ്റു 65 - 20 എത്രയാണ്? 60. ഇത് K ആണ് കേട്ടോ. K ഇൻറ്റു ഇവിടെ എത്ര ഉണ്ടാവും? 45 ഉണ്ടാവും. അങ്ങനെയാണ് ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് K is equal to ആര് വരും? 6 ഡിവൈഡ് ബൈ 45. ഓക്കെ അല്ലേ? 6 ഡിവൈഡ് ബൈ 45 ആണ് K. അപ്പോൾ ആ ബോഡിയുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള K എന്ന് പറയുന്ന ആ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സെക്കൻഡ് കണ്ടീഷനിൽ കൊടുത്ത് നോക്കാം. വാല്യൂ കിട്ടിയിട്ടുണ്ട്. K is equal to 6 ഡിവൈഡഡ് ബൈ 45. ഇത് മൈൻഡിലുണ്ടാവണേ. K is equal to 6 ഡിവൈഡഡ് ബൈ 45 ആണ്. ഇത് നമ്മൾ രണ്ടാമത്തെ കേസ് 2. ഇതിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കേസ് 2 എന്താ പറയുന്നത്? ഏത് ടെമ്പറേച്ചറിൽ നിന്നും ഏത് ടെമ്പറേച്ചറാണ്? 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 30 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? ആ ബോഡി എത്ര ടൈം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ dt/dt അതിനെ വീണ്ടും എഴുതാൻ നിൽക്കുന്നില്ല. dt/dt എന്താ? ടെമ്പറേച്ചർ ചേഞ്ച് എടുക്കുക. 60 - 30 എത്രയാണ്? 30 അല്ലേ? ഡിവൈഡ് ബൈ T. അത് നമുക്കറിയില്ല. നമ്മൾ dt എന്ന് എടുക്കുക അല്ലെങ്കിൽ T എന്ന് എടുക്കുകയാണ്. ആ T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. K എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? ആ സെയിം ബോഡിയാണല്ലോ. അപ്പോൾ K മാറില്ല. അതിനാണ് നമ്മൾ K കണ്ടുപിടിക്കുന്നത്. സെയിം ബോഡിയാണ്. K is equal to 6/45. ദെൻ എന്ത് ചെയ്യണം? ആവറേജ് ടെമ്പറേച്ചർ. അതായത് ആവറേജ് ടെമ്പറേച്ചർ 60 + 30 90/2
50/2 എത്രയാണ് 45 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ആണ് ചെയ്യേണ്ടത്. സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ടി എന്ന് പറയുന്ന ആ ടൈം കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. നമ്മൾ ഈ ടീൻ്റെ വാല്യൂ കണ്ടെടുക്കും. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യും. 30യും 6 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 5 ഇവിടെ 5 നേരിടുള്ളവരില്ലേ. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ ടി, കാരണം 5 × 6 ആണ് 30 ഡിവൈഡ് 5/t ഈസ് ഈക്വൽ ടു, അപ്പോൾ 6 അവിടെ പോയല്ലേ. അപ്പോൾ ഇവിടെ ആരുണ്ടാകും 1/45. പിന്നെ 45 മൈനസ് 20, 45 മൈനസ് 20 എത്രയാണ്? അത് 25 ഉണ്ടാവും. മക്കൾ ഈ മോഡൽസ് നിർബന്ധമായിട്ട് പഠിക്കണേ. ഇനി സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 25 45 നമുക്കറിയാം 5 × 5 ആണ് 25, 5 × 9 ആണ് ആര്? 45. അപ്പോൾ നമുക്ക് എന്ത് വരൂടാ 5/t ഈസ് ഈക്വൽ ടു 5/9 എന്നുണ്ടാവില്ലേ. അവിടെ തന്നെ കിട്ടിയില്ല. ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ വരിക? ഫൈനൽ ആൻസർ ടി ഈസ് ഈക്വൽ, ഇവിടെ ആരതാ? ടി ഈസ് ഈക്വൽ ആര് ബാക്കി ഉണ്ടാകും? ടി ഈസ് ഈക്വൽ ടു 9 മിനിറ്റ് ആയിരിക്കും അല്ലേ. ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യത്തെ സിറ്റുവേഷനിൽ നിന്നും 80 നിന്നും 50 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടി 5 മിനിറ്റ് എടുത്തു. അത് നമ്മൾ ഈ ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 80 - 50 അത് നമ്മൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് ആണ്. പക്ഷേ RHS വരുമ്പോൾ ആവറേജ് എടുത്ത് സറൗണ്ടിങ് ടെമ്പറേച്ചർ മൈനസ് ചെയ്തിട്ട് കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈ കെൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ സെക്കൻഡ് സിറ്റുവേഷനിൽ കൊടുത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ടൈം കിട്ടി. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മോഡൽ പ്രോബ്ലം. അത് ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മളൊരു ഏതൊരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ച മക്കളും ഈ ഒരു പ്രോബ്ലം ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗിൽ നിന്ന് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു പ്രോബ്ലം ആയിട്ട് വീണ്ടും കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് മാത്രം പഠിക്കാൻ നിൽക്കരുത്. ഫുൾ മാർക്ക് വേണ്ട കുട്ടികൾ എല്ലാ കാര്യം നോക്കണം. ചാപ്റ്റർ വൈസ് വരുന്ന ടോപ്പിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ മോഡൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നെക്സ്റ്റിന് എൻ്റെ ഇടയിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് വേർഡ് കണ്ടിട്ടുള്ള ഷുവർലി ആ കുട്ടികൾക്ക് എന്ത് ചെയ്യും? അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടാവും. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.